പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, വലിയൊരു മഹാവിരുന്നിൽ നമ്മൾ സംബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ വിരുന്നിൽ, വിശുദ്ധ ബലിയിൽ കർത്താവ് തന്നെ മുറിച്ച് നമുക്ക് നൽകുന്ന ഈ മഹാവിരുന്നിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ച നമ്മളെല്ലാവരും എത്രയേറെ ഭാഗ്യം ചെയ്തവരാണെന്ന് ഒരു നിമിഷം നമുക്കൊന്ന് ആലോചിക്കാം. തന്നെ മുറിച്ച് നൽകിക്കൊണ്ട്, നമ്മുടെ ആത്മീയ ജീവിതത്തിന് പോഷണമായി നൽകിക്കൊണ്ട് കർത്താവ് നമ്മെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളർത്തുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. ഈശോ തന്നെ കുറിച്ച് പറയുകയാണ്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വരട്ടെ. തന്നെ ഭക്ഷണമായും പാനീയമായും നമുക്ക് വിട്ടു നൽകിയ, മുറിച്ച് നൽകിയ നല്ല തമ്പുരാൻ വീണ്ടും കൃത്യമായിട്ട് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ദാഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരിക, എന്നിൽ നിന്ന് കുടിക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രമാത്രം ജലം, വെള്ളം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അത്യാവശ്യമാണെന്ന് നമുക്കറിയാം. നമ്മുടെ ശരീരത്തിൽ ജലമില്ലെങ്കിൽ അത് നമ്മുടെ മരണത്തിലേക്ക് നയിക്കുന്ന ഒരു കാര്യമാണ്. ശ്വസിക്കാൻ വായു എത്രമാത്രം നമുക്ക് പ്രധാനപ്പെട്ടതാണോ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ജീവൻ നിലനിർത്താനായിട്ട് ജലം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുക എന്നുള്ളത്. ഈ ലോകത്തിൻ്റെ പല കോണുകളിൽ കുടിക്കാനായിട്ട് ശുദ്ധജലമില്ലാതെ കഷ്ടപ്പെടുന്ന അനേകരുണ്ട്. പക്ഷേ നമുക്കൊരിക്കലും അതിന് ഒരു കുറവ് വലിയ കാര്യമായിട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. കർത്താവ് തൻ്റെ ജീവിതം ജീവിച്ച ആ നാട്ടിൽ, പലസ്തീനായുടെ നാടുകളിൽ, ഗലീലി നാടുകളിൽ ജലത്തിന് വലിയ ക്ഷാമമുണ്ടായിരുന്നു. ഏകദേശം ഒരു മരുപ്രദേശത്തിന് സമാനമായ ഭൂപ്രകൃതിയായിരുന്നു അവിടുത്തേത്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം, അവിടെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ജലം എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് കർത്താവിന് കൃത്യമായിട്ട് അറിയാം. അവരുടെ ജീവൻ്റെ വിലയുണ്ടായിരുന്നു ജലത്തിന്. അവരുടെ ജീവൻ്റെ വിലയുണ്ടായിരുന്നു ജലത്തിന്. അതുകൊണ്ടാണ് കർത്താവ് അവരോട് പറയുന്നത്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്ന് എന്നിൽ നിന്ന് കുടിക്കാനായിട്ട് ഈശോ ആവശ്യപ്പെടുന്നത്. എസെക്കിയേലിൻ്റെ പുസ്തകം 47 അധ്യായത്തിൽ വളരെ മനോഹരമായിട്ടൊരു ചിത്രീകരണം കാണുന്നുണ്ട്. എസെക്കിയേൽ പ്രവാചകന് ലഭിക്കുന്ന ഒരു ദൈവിക ദർശനം. എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ ദൈവദൂതൻ എസെക്കിയേലിനെ പലവിധ ദൈവാനുഭവങ്ങളിലൂടെ നയിച്ചിട്ട് അവസാനം ദേവാലയത്തിലേക്ക് കൊണ്ടുവരുന്നു. ആ ദേവാലയത്തിൽ നിന്നും പുറപ്പെടുന്ന ഒരു നീർച്ചാല് എസെക്കിയേലിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ദേവാലയത്തിൽ നിന്നും പുറപ്പെട്ട് കിഴക്കോട്ടൊഴുകുന്ന ഒരു നീർച്ചാല് അതൊരു നദിയായിട്ട് മാറുന്നു. ആ ജലത്തിലൂടെ എസെക്കിയേലിനെ നടത്തുമ്പോൾ ആദ്യം അത് കാലിൻ്റെ കണങ്കാല് വരെ വെള്ളമായിരുന്നു. വീണ്ടും മുന്നോട്ട് നടക്കുന്തോറും ആ വെള്ളത്തിൻ്റെ അളവ് കൂടി വരുന്നു. അത് മുട്ടോളം എത്തുന്നു. വീണ്ടും വരുമ്പോൾ അത് അരയോളം എത്തുന്നു. തുടർന്ന് മുന്നോട്ട് ആ വെള്ളത്തിലൂടെ നടക്കാൻ കഴിയാത്ത വിധം, അത്രയേറെ ഒഴുക്കുള്ള, നീന്താൻ തക്ക വിധം ആഴമുള്ള ഒരു നദിയായിട്ട് അത് പരിണമിക്കുകയാണ്. എസെക്കിയേലിനെ അതിലൂടെ ദൈവം പ്രത്യേകമായിട്ടൊരു ദൈവാനുഭവത്തിലേക്ക് നയിക്കുകയാണ്. എന്നിട്ട് മുന്നോട്ട് നീങ്ങുന്തോറും എസെക്കിയേൽ കാണുകയാണ്, ആ ജലാശയത്തിൽ ലോകത്തിലെ എല്ലാത്തരം മത്സ്യജാലങ്ങളും ആ ജലാശയത്തിലുണ്ട്. അതായത് ജീവൻ്റെ ജലമാണത്. അതിലാണ് ജീവൻ കുടികൊള്ളുന്നത്. ആ നദി ഒഴുകുന്നതിൻ്റെ ഇരു കരകളിലുമായിട്ട് പ്രത്യേകമായി, ആ നദി ഒഴുകുന്നതിൻ്റെ കരയിലായിട്ട് എല്ലാത്തര ഫലവൃക്ഷങ്ങളും ഉള്ളതായിട്ട് എസെക്കിയേൽ കാണുന്നുണ്ട്. എന്നിട്ട് അതിനെക്കുറിച്ച് വീണ്ടും ആ ദർശനത്തിൽ പറയുന്നതാണ്, അതിൻ്റെ ഇലകൾ വാടുന്നില്ല, അതെന്നും നിത്യഹരിതമായിട്ട് നിലനിൽക്കുകയാണ്. ഒപ്പം ധാരാളം ഫലം പുറപ്പെടുവിക്കുന്നു. എപ്പോഴും തന്നെ ആ വൃക്ഷങ്ങളിൽ ഫലമുണ്ടായിരുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, എസെക്കിയേലിനെ ദൈവം നയിച്ച ആ ദൈവാനുഭവം നമ്മുടെയും ജീവിതത്തിലേക്ക് മനസ്സിലാക്കാനായിട്ട്, സ്വന്തമാക്കാനായിട്ട് ഈ വിശുദ്ധ ബലിയിൽ നമുക്ക് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കാം. ദൈവമാകുന്ന ജീവൻ്റെ ജലം, അതിലേക്ക് ദൈവം നമ്മളെ നയിക്കുമ്പോൾ അതിനോട് മുഖം തിരിച്ചു നിൽക്കാതെ ആ ജീവനദിയിലേക്ക് പാദങ്ങൾ ചലിപ്പിക്കാൻ, ആ ജീവനദിയിൽ ജീവിക്കാൻ, അതിൽ നിന്നും പോഷകങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എപ്പോഴും
നിത്യഹരിത വൃക്ഷമായിട്ട് തീരാനും ഫലം പുറപ്പെടുവിക്കുവാനുമാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവം നമ്മളെ ക്ഷണിക്കുന്ന ഈ ഒരു വലിയ ക്ഷണം എപ്പോഴും അവൻ നൽകുന്ന ജീവന്റെ ജലത്തിൽ നിന്നും പോഷകങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതം ഏറ്റവും മനോഹരമായ രീതിയിൽ ജീവിക്കാനായിട്ട്, അപ്രകാരം ജീവിച്ചില്ലെങ്കിൽ എന്താണെന്ന് സംഭവിക്കുക എന്നുള്ളത് പിന്നീട് സഖറിയായുടെ പുസ്തകത്തിൽ കാണുന്നുണ്ട്. സഖറിയായുടെ പുസ്തകം 14-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ഭൂമിയിലെ ഏതെങ്കിലും ഭവനം സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ ആരാധിക്കാൻ ജെറുസലേമിലേക്ക് വന്നില്ലെങ്കിൽ അവർക്ക് മഴ ലഭിക്കുകയില്ല എന്നൊരു വചനം പറയുന്നുണ്ട്. അതായത് ദൈവത്തെ തിരിച്ചറിഞ്ഞ് ദൈവത്തെ ആരാധിക്കാനായിട്ട് കൂട്ടാക്കിയില്ലെങ്കിൽ അവൻ്റെ ജീവിതം വരണ്ടുണങ്ങിപ്പോകുമെന്നൊരു മുന്നറിയിപ്പ് സഖറിയാ പ്രവാചകനിലൂടെ നൽകുകയാണ്. ഈശോയിൽ പ്രിയമുള്ളവരെ, ഈശോ ഈ വചനം ജനത്തിന് പങ്കുവെക്കുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. യോഹന്നാന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിലാണ് ഈശോ ഈ വചനങ്ങൾ അരുൾ ചെയ്യുന്നത്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 1-ാം വാക്യം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: യേശു ഗലീലയിൽ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരുന്നു. യഹൂദർ അവനെ വധിക്കാൻ അവസരം പാർത്തിരുന്നതിനാൽ യൂദയായിൽ സഞ്ചരിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല. യഹൂദരുടെ കൂടാര തിരുനാൾ സമീപിച്ചിരുന്നു. യഹൂദരുടെ കൂടാര തിരുനാൾ സമീപിച്ചിരുന്ന ഒരു സമയത്താണ് ഈ കാര്യങ്ങൾ അരങ്ങേറുന്നത്. തുടർന്ന് മുന്നോട്ട് വായിച്ചു പോകുമ്പം ശിഷ്യന്മാർ ഈശോയോട് ചോദിക്കുന്നുണ്ട് ഈ കൂടാര തിരുനാളിൽ സംബന്ധിക്കാനായിട്ട് യൂദയായിലേക്ക്, ജെറുസലേമിലേക്ക് പോകുന്നതിനെക്കുറിച്ച്. പക്ഷേ തൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് കണ്ടുകൊണ്ട് കർത്താവ് അവിടെ ബോധപൂർവം കുറച്ചുകൂടെ അവിടെ തന്നെ താമസിച്ചുകൊണ്ട്, ഗലീലയിൽ തന്നെ താമസിച്ചുകൊണ്ട് വചനം പ്രഘോഷിക്കുകയാണ്, ജനത്തെ പഠിപ്പിക്കുകയാണ്. ഈ കൂടാര തിരുനാളിന് വലിയ പ്രത്യേകതയുണ്ട്. ഇസ്രായേൽ ജനം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിതരായി മരുഭൂമിയിലൂടെ 40 വർഷം പ്രവാസത്തിലായിരുന്നു. അവരുടെ 40 വർഷത്തെ മരുഭൂമിയിലെ പ്രവാസ ജീവിതത്തെ ഓർമ്മിപ്പിക്കുന്ന തിരുനാളാണ് അവരുടെ കൂടാര തിരുനാൾ. ആ കൂടാര തിരുനാളിലാണ് വീണ്ടും നന്ദി സൂചകമായിട്ട് ജനം ജെറുസലേമിൽ ഒരുമിച്ച് കൂടി ആ ഒരു വർഷം ദൈവം തങ്ങൾക്ക് നൽകിയ വിളകൾക്കും ദൈവം തങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ഒരുമിച്ച് തിരുനാൾ ആഘോഷിക്കുന്ന ദിവസങ്ങളാണ് ആ ഒരാഴ്ച. 7-8 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ തിരുനാൾ ആഘോഷം. പ്രിയപ്പെട്ടവരെ, മരുഭൂമി അനുഭവത്തിലൂടെ കടന്നുപോയ ഇസ്രായേൽ ജനം ദൈവം തൻ്റെ സംരക്ഷണയുടെ ചിറകിൻ്റെ കീഴിൽ തങ്ങളെ കാത്തുപരിപാലിച്ച് വാഗ്ദത്ത ഭൂമിയിലേക്ക് തങ്ങളെ കൂട്ടിക്കൊണ്ടുപോയതിൻ്റെ ഓർമ്മ ആചരിക്കുന്ന ആ തിരുനാൾ ഏതൊരു യഹൂദനെ സംബന്ധിച്ചിടത്തോളവും ആ തിരുനാളിൽ പങ്കുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തിന് നന്ദി പറയുക എന്നുള്ളത് തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് അവർ കരുതിയിരുന്നതാണ്. ഏതൊരു സാഹചര്യത്തിലും അവർ ആ തിരുനാളിന് ഒരുമിച്ച് കൂടുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ബലി നമ്മളെയും സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ നന്ദിയുടെ ഒരു തിരുനാളാണ്, നന്ദിയുടെ ഒരു തിരുനാൾ ആഘോഷം. ഓരോ തവണയും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാനായിട്ട് ഒരവസരം ദൈവം നമ്മുടെ മുൻപിൽ വയ്ക്കുമ്പോൾ ഒരു കാരണവശാലും അതിനോട് മുഖം തിരിക്കരുത്. മറിച്ച് എൻ്റെ ദൈവം എന്നെ ഇന്നേ വരെ കൈപിടിച്ച് നടത്തിയതോർത്ത് നന്ദി പറയാൻ, അവൻ്റെ സന്നിധിയിൽ നന്ദിയോടെ ആയിരിക്കാൻ, അവൻ്റെ സന്നിധിയിൽ കൃതജ്ഞതയുടെ ഏറ്റവും വലിയ ഈ ബലി അർപ്പിക്കാനായിട്ട് ലഭിക്കുന്ന ഓരോ അവസരവും നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കണം. തമ്പുരാൻ്റെ സന്നിധിയിൽ ആ വിശുദ്ധ ബലിക്ക് വേണ്ടി വലിയ തീക്ഷ്ണതയോടെ നമ്മൾ ഒരുമിച്ച് കൂടണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവിൻ്റെ സന്നിധിയിൽ ഈ വിശുദ്ധ ബലിയിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പം നമുക്കും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കഴിയണം. ഇന്നേ വരെ ദൈവം എൻ്റെ ജീവിതത്തിൽ എന്നെ വഴി നടത്തിയ ആ നല്ല നാളുകളെ ഓർത്ത്, ഇടറിപ്പോകും, വീണു പോകുമെന്ന് ഞാൻ കരുതിയെടുത്തു നിന്ന് എൻ്റെ കൈ പിടിച്ച് ഞാൻ കരുതിയതിലും അപ്പുറം ദൈവം എന്നെ നയിച്ച അവസ്ഥകളോർത്ത് ഹല്ലേലൂയാം, ഹല്ലേലൂയാം. പ്രിയപ്പെട്ടവരെ, ഈ കൂടാര തിരുനാളില് ജനം മുഴുവൻ ഒരുമിച്ച് കൂടുന്ന അവസരത്തിൽ
ഈശോ ആ തിരുനാളിൻ്റെ ഇടയിലുള്ള ദിവസങ്ങളിൽ അവരെ പഠിപ്പിക്കാനായിട്ട് സമയം കണ്ടെത്തുകയാണ്. തിരുനാൾ പകുതിയായപ്പോൾ ഈശോ ദേവാലയത്തിൽ പഠിപ്പിച്ചു തുടങ്ങി എന്നുള്ളതാണ് 7-ാമത്തെ അധ്യായത്തിൽ 14-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. തിരുനാൾ പകുതിയായപ്പോൾ യേശു ദേവാലയത്തിൽ ചെന്ന് പഠിപ്പിച്ചു തുടങ്ങി. ഒന്നും പഠിച്ചിട്ടില്ലാതിരിക്കെ ഇവന് ഇത്ര അറിവ് എവിടെ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞ് യഹൂദർ വിസ്മയിച്ചു. തുടർന്ന് അങ്ങോട്ടാണ് ദൈവത്തിൻ്റെ മഹത്വം അന്വേഷിക്കേണ്ടതിനെ കുറിച്ചൊക്കെ ഈശോ അവരെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് അതെല്ലാം പഠിപ്പിക്കുന്നതോടുകൂടി അവർക്ക് വലിയ സംശയം ഉളവാവുകയാണ്. ഇവൻ തന്നെയാണോ ക്രിസ്തു? ഇവൻ തന്നെയാണോ ക്രിസ്തു? കാരണം കർത്താവിൻ്റെ പഠിപ്പിക്കലുകൾ ദൈവികമായുള്ള പഠിപ്പിക്കലുകളിൽ നിന്ന് ക്രിസ്തുവായിട്ട് അവനെ തിരിച്ചറിയുന്ന നിമിഷം. എന്നിട്ടാണ് തന്നെ അവരുടെ മുമ്പിൽ തൻ്റെ പഠനങ്ങളിലൂടെ വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഈശോ പിന്നീട് തൻ്റെ വേർപാടിനെക്കുറിച്ച് അവരോട് സംസാരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, എന്നാൽ ഞാൻ നിങ്ങളോട് കൂടെ അല്ലാത്ത ഒരു സമയം വരുന്നു. അപ്പോൾ നിങ്ങൾ എന്നെ അന്വേഷിക്കും, പക്ഷേ നിങ്ങൾ എന്നെ കണ്ടെത്തുകയില്ല. ഞാൻ എവിടെയായിരിക്കുന്നുവോ അവിടെ ആയിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. എന്നിട്ട് വീണ്ടും 37-ാമത്തെ വചനം ഇപ്രകാരം പറയുകയാണ്: തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകാനായിട്ട്, ഹൃദയത്തിൽ നിന്നും ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകാനായിട്ട് കർത്താവ് ഒരു കണ്ടീഷനാണ് പറയുന്നത്: അവനിൽ വിശ്വസിക്കണം, അവൻ്റെ അടുത്തേക്ക് വന്ന് അവനിൽ നിന്ന് കുടിക്കണം. പ്രിയപ്പെട്ടവരെ, ഈശോയിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഇന്ന് നമ്മളിവിടെ ഈ ബഥേൽ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഇവിടെ ഒരുമിച്ച് കൂടി, ഈ ബഥേൽ കൺവെൻഷൻ സെൻറ്ററിൽ ഒരുമിച്ച് കൂടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത് ഈ 2-ാം ശനിയാഴ്ച. ഇതിൽ മിക്കവാറും പേരും തന്നെ എല്ലാ 2-ാം ശനിയാഴ്ചകളിലും ഇവിടെ ഒരുമിച്ച് വന്ന് പ്രാർത്ഥിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തി തങ്ങളുടെ ജീവിതത്തിന് വേണ്ട ശക്തി സംഭരിച്ച് ഓരോ മാസവും ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നൽകിയ നന്മകൾക്ക് നന്ദി പറയാനും അവനെ മഹത്വപ്പെടുത്താനും അവൻ്റെ നാമത്തെ പ്രകീർത്തിക്കാനും ഇന്ന് ഈ വചന കൂടാരത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പം കർത്താവിൻ്റെ സന്നിധിയിൽ ആഗ്രഹത്തോടെ നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയിൽ വിശ്വസിക്കുന്ന ഞങ്ങൾ ഇതാ നിന്റെ സന്നിധിയിൽ വന്നിരിക്കുന്നു അടങ്ങാത്ത ദാഹത്തോടെ. കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളെ നിന്റെ ജീവന്റെ ജലം കൊണ്ട് നീ നിറയ്ക്കണമേ. കർത്താവ് നൽകുന്ന ജീവന്റെ ജലം എന്താണെന്ന് പിന്നീടുള്ള വചനങ്ങളിൽ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അത് പരിശുദ്ധാത്മാവല്ലാതെ മറ്റൊന്നുമല്ല. പന്തക്കുസ്താ തിരുനാളില് ശ്ലീഹന്മാർ സ്വീകരിച്ച അതേ പരിശുദ്ധാത്മാവിനെ മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും നമ്മൾ സ്വീകരിച്ചവരാണ്. കൈവെപ്പ് വഴി പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടുള്ള നമ്മൾ എത്രമാത്രം നമ്മളിലുള്ള പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കുന്നുണ്ടെന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ചിന്തിക്കാം. നമ്മുടെ വിശ്വാസ ജീവിതം വഴി നമ്മിലെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയെ എപ്പോഴും ജ്വലിപ്പിച്ചുകൊണ്ട് ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ജീവിക്കാനായിട്ടാണ് കർത്താവ് പ്രത്യേകമായിട്ട് നമ്മളോട് ആവശ്യപ്പെടുക. യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ വീണ്ടും ഇതിന് സമാനമായിട്ട് ഒരു വചനഭാഗമുണ്ട്. അവിടെ സമരിയാക്കാരി ഈശോയെ കണ്ടുമുട്ടുന്ന ഒരു രംഗമുണ്ട്. 4-ാമത്തെ അധ്യായം 10-ാമത്തെ വചനത്തിൽ സമരിയാക്കാരിയോട് ഈശോ പറയുന്നുണ്ട്: ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. അവിടെയും ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് തന്നെയാണ് ഈശോ സമരിയാക്കാരിയോട് പറയുക. കർത്താവിനോട് ചോദിക്കണം. ദാഹമായ ദാഹത്തോടെ കർത്താവിനോട് ചോദിക്കുമ്പോഴാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, ജീവജലത്തിൻ്റെ നിറവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അങ്ങനെ കർത്താവിനോട് ചോദിച്ചു കഴിയുമ്പം, വിശ്വാസത്തോടെ ദാഹത്തോടെ ചോദിച്ചു കഴിയുമ്പം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകുമെന്നാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുക.
യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 14 ഈശോ വീണ്ടും പറയുന്നുണ്ട്, ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. പ്രിയപ്പെട്ടവരെ, ഈ ജീവജലം പരിശുദ്ധാത്മാവാണ്. നമ്മളിൽ നിക്ഷേപിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മുടെ പ്രവൃത്തികൾ വഴി എപ്പോഴും ഉജ്ജ്വലിപ്പിക്കാനും ജീവജലമായിട്ട് ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞ് കവിഞ്ഞൊഴുകാനും നമുക്ക് ഹൃദയമായിട്ട് ആഗ്രഹിക്കാം. പെന്തക്കോസ്താ നാളിൽ നിന്നുള്ള മനോഹരമായിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഗാനത്തിൽ നമ്മൾ പാടി പ്രാർത്ഥിക്കുന്നുണ്ട്, മുട്ടോളമല്ല അരയോളം പോലെ വലിയൊരു ജീവനദി ഒഴുകാം. അതുപോലെ തന്നെ ആ പരിശുദ്ധാത്മാവ് നമ്മുടെയും ജീവിതത്തിൽ നിറഞ്ഞൊഴുകാനായിട്ട് ഈ വിശുദ്ധ ബലിയിലും ഇന്നത്തെ ഈ വചനപ്രഘോഷണത്തിൻ്റെ ദിവസത്തിലുമൊക്കെ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നമ്മുടെ ജീവിതം ഒരരുവിയായിട്ട് മാറാനായിട്ട്, അനേകർക്ക് നമ്മുടെ ജീവിതം അനുഗ്രഹ നദിയായിട്ട് മാറാനായിട്ട് നമുക്കും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 36-ാം അധ്യായം 7 തുടങ്ങി 10 വരെയുള്ള വചനങ്ങൾ, സങ്കീർത്തനങ്ങൾ 36-ാം അധ്യായം 7 തുടങ്ങി 10 വരെയുള്ള വചനങ്ങളിൽ സങ്കീർത്തകൻ ഇപ്രകാരം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവമേ, അങ്ങയുടെ കാരുണ്യം എത്ര അമൂല്യം! മനുഷ്യമക്കൾ അങ്ങയുടെ ചിറകുകളുടെ തണലിൽ അഭയം തേടുന്നു. അവർ അങ്ങയുടെ ഭവനത്തിലെ സമൃദ്ധിയിൽ നിന്ന് വിരുന്നുണ്ട് തൃപ്തിയടയുന്നു. അവിടുത്തെ ആനന്ദധാരയിൽ നിന്ന് അവർ പാനം ചെയ്യുന്നു. അങ്ങിലാണ് ജീവന്റെ ഉറവ. അങ്ങയുടെ പ്രകാശത്തിലാണ് ഞങ്ങളുടെ പ്രകാശം. അങ്ങയെ അറിയുന്നവർക്ക് അങ്ങയുടെ കാരുണ്യവും നിഷ്കളങ്കർക്ക് അങ്ങയുടെ രക്ഷയും തുടർന്ന് നൽകണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ ബലിയിൽ ഇതുതന്നെ നമ്മുടെയും പ്രാർത്ഥനയാക്കാം. ദൈവമേ, അങ്ങയുടെ ആനന്ദധാരയിൽ നിന്ന് അങ്ങയുടെ ജനം പാനം ചെയ്യുന്നു. ദൈവമേ, അങ്ങയുടെ ആനന്ദധാരയിൽ നിന്ന് അങ്ങയുടെ പരിശുദ്ധാത്മാവാകുന്ന ജീവജലം കുടിക്കാനും അത് ഞങ്ങളുടെയും ജീവിതത്തിൽ ഒരു വലിയ ജീവനദിയായിട്ട് നിർഗളിക്കാനും ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. എപ്പോഴും ഞങ്ങളുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവിനെ കൂടുതൽ കൂടുതൽ പരിപോഷിപ്പിച്ചുകൊണ്ട് ആ പരിശുദ്ധാത്മാവിന് ചേരുന്ന പ്രവൃത്തികൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ട് ആ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉത്തേജിപ്പിച്ച് ഞങ്ങളുടെ ജീവിതം തന്നെ മറ്റുള്ളവർക്കുള്ള അനുഗ്രഹത്തിൻ്റെ ഒരു നദിയാക്കി മാറ്റാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഈ കൺവെൻഷനിൽ, ഈ വിശുദ്ധ ബലിയിലും തുടർന്നുള്ള പ്രാർത്ഥനയുടെ നിമിഷങ്ങളിലുമൊക്കെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, നമ്മുടെ കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി തമ്പുരാന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ അങ്ങയുടെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ജീവനദി ഞങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞ് കവിഞ്ഞൊഴുകാനായിട്ട് അനുഗ്രഹിക്കണമേ. ആ പരിശുദ്ധാത്മാവിനെ പരിപോഷിപ്പിച്ചുകൊണ്ട് ആ പരിശുദ്ധാത്മാവിൻ്റെ ജീവനദി ഞങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒഴുകുമ്പോൾ അനേകരുടെ ജീവിതങ്ങളിലേക്ക് അത് അനുഗ്രഹമായിട്ട് അങ്ങ് ഒഴുക്കണമേ. എപ്പോഴും അങ്ങയുടെ പരിശുദ്ധാത്മാവിന് ചേർന്ന വിധം ജീവിക്കാനായിട്ട്, എപ്പോഴും അങ്ങേക്ക് മഹത്വം നൽകിക്കൊണ്ട് അവിടത്തേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നിറയ്ക്കണമേ ദൈവമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ആരാധന, ആരാധന. ഹല്ലേലൂയ.